എൻ്റെ വളർച്ചയിൽ എന്നെ തടസ്സം ചെയ്യുന്ന ഏറ്റവും ഒടുവിലത്തെ മുള്ളുകളിൽ ഒരെണ്ണമെന്ന് പറയുന്നത് നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളാണ്, അഥവാ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ചിലർ നമ്മളെ അംഗീകരിക്കാതിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ദുഃഖം വരാറുണ്ട്. നമ്മൾ പിന്നെ ആ വഴിക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. വളരെ പ്രശസ്തനായിരിക്കുന്ന ഒരു ഗായകൻ, അദ്ദേഹം ഇന്നിൻ്റെ ലോകത്തിൽ ക്രൈസ്തവ കൈരളിയിൽ വളരെ പ്രഗത്ഭനായിരിക്കുന്ന ഒരു ദൈവദാസനാണ്, ഒരു നല്ല ഗായകനാണ്. അദ്ദേഹം ഒരു അവസരത്തിന് വേണ്ടിയിട്ട് തണുത്ത ബെഞ്ചിൽ, പാർക്കിലെ ഒരു ബെഞ്ചിൽ കിടന്ന് ഉറങ്ങിയ ഒരു കഥ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ചിലയിടങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ നമ്മളെ പറഞ്ഞു വിടാറുണ്ട്. പക്ഷേ ഇന്ന് ആ പാർക്കിൽ കിടന്നുറങ്ങിയ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന നൂറ് കണക്കിന് ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളത് സന്തോഷകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. ചിലയിടങ്ങളിൽ നമ്മളെ നിഷേധിക്കുകയാണ്, ചിലയിടങ്ങളിൽ നമ്മളെ പുറത്താക്കുകയാണ്, നമ്മളെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ഇത് വാസ്തവത്തിൽ ഒരു മുള്ളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്തരത്തിൽ അവഗണിക്കപ്പെടുമ്പോൾ ആൾക്കാർ അവരുടെ കഴിവുകളും സാധ്യതകളും എന്താണെന്ന് അറിയാമെങ്കിൽ കൂടെയും അതിനെ വലിച്ചെറിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത മറ്റു തൊഴിലോ മറ്റെന്തെങ്കിലുമൊക്കെ കണ്ടെത്തി പോകുന്നതും ഇന്നിൻ്റെ സമൂഹത്തിൽ ധാരാളമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. ആ നല്ല നിലത്ത് വീണ വിത്തിന് എന്തുകൊണ്ട് 100 മേനി ഫലം കൊടുക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, നല്ല സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, അതിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന നല്ല ഘടകങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പുറത്തെ മുള്ളിനിടയിൽ വീണതിനെ പലപ്പോഴും മുള്ളുകൾ ഞെരിച്ചു കളയുകയാണ്. പലരും അത്തരത്തിൽ ഞെരുങ്ങിപ്പോകുന്നവരായിട്ട് എനിക്ക് തോന്നുന്നു. അവർക്ക് ഇന്ന് ഈ ദൈവവചനത്താൽ ഒരു മുന്നേറ്റം, അവർക്ക് ആ മുള്ളുകൾക്ക് മുകളിൽ വളരാനുള്ള ഒരു ദൈവിക സാധ്യത ഈ ദൈവവചനത്താൽ ഉളവാകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു ഘട്ടം മാത്രമേ മുള്ളുകൾക്ക് നിങ്ങളെ ഞെരിച്ചു കളയാനായിട്ട് കഴിയത്തുള്ളൂ. മുള്ളുകൾ വളരുന്നതിനും ഒരു പരിധിയുണ്ട്. എന്നാൽ അതിൻ്റെയും മുകളിൽ വളർന്നു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് നിങ്ങളെ ഞെരിക്കുന്ന ആ മുള്ളുകൾ, ഇന്ന് നിങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന, ആ വേദനിപ്പിക്കുന്ന, നിങ്ങളെ നോവിക്കുന്ന ആ വസ്തുതകൾക്ക് ഒരു പരിധി വരെ നിങ്ങളെ അങ്ങനെ ദ്രോഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അവറ്റകളും വളർന്നു വരാൻ ഒരു ഘട്ടമുണ്ട്. എന്നാൽ അതിന് മുകളിൽ വളരാൻ ഒരുത്തന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും നല്ല നിലത്ത് വീണ ആ വിത്തുകളെ പോലെ നമുക്ക് ആ മുള്ളുകൾക്കിടയിൽ നിന്നുകൊണ്ട് 100 മേനി ഫലം കൊടുക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഇന്ന് ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും വലിയ വസ്തുത.